ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാൻ 18 ആട്ടോ. അപ്പം ഞാൻ മോർണിംഗ് തന്നെ പോകുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. എനിക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. 10 മണിക്ക് യൂണിവേഴ്സിറ്റി എത്തുമെന്ന് പറഞ്ഞ് ഞാൻ 12:30 യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത് ലേറ്റ് ആയിപ്പോയി. അപ്പം അങ്ങനെ അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എഴുതി അവിടെ സബ്മിറ്റ് ചെയ്തു. ഇപ്പം അവിടുന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതുപോലെ എക്സാമിൻ്റെ ഫീസ് അടക്കാനുണ്ടായിരുന്നു, അതും കൂടി അടച്ച് അങ്ങനെ ബസ്സൊക്കെ കയറി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തി കിച്ചണിൽ പോയി നോക്കിയപ്പോൾ എഗ് കബാബ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കുന്നുണ്ടായത്. അതും പിന്നെ വേറെയും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വേഗം എന്താക്കി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവും നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നെയ്ച്ചോറ് ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വേഗം പോയിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിച്ചണിൽ വന്നിരുന്നേ കേട്ടോ. കുറച്ച് സമയം കിച്ചണിൽ വന്നിരുന്നു, പിന്നെ കുറച്ച് സമയം ഫ്രണ്ടിൽ പോയിരുന്നു. അങ്ങനെ ഇവിടുന്ന് കുറച്ച് സമയം ഫോണൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിക്കൊടുക്കാനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലേറ്റിലേക്ക് നമ്മൾ സ്നാക്സൊക്കെ എടുത്ത് വെക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പ്ലേറ്റൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്നാക്സ് എടുത്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ വെക്കണത് ഉള്ളിവടയാണ്. ഉള്ളിവട നമുക്ക് അയൽവാസി കൊണ്ടു തന്നെയാണ്. അപ്പോൾ ഉള്ളിവട വെക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് വെക്കുന്നത് ബോണ്ടയാണ്. അതും അയൽവാസി കൊണ്ടു തന്നെയാണ്, അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ ഉള്ളത് എഗ് കബാബാണ്. എഗ് കബാബ് നമ്മൾ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൽ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇനി ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സ്നാക്സ് ഐറ്റംസ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ സമൂസയും കൂടി ഉണ്ട് കേട്ടോ. ഇതും നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നെയായിരുന്നു കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് വാട്ടർമെലണും അനാറും സിട്രസ് ആട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ വാട്ടർമെലനാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ടൈം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ വേഗം കട്ട് ചെയ്തു. അടുത്തത് സിട്രസ് ആണ്. സിട്രസ് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തു. ഫ്രൂട്ട്സൊന്നും ഇവിടെ ആരും കഴിക്കാറില്ല കേട്ടോ, കുറവാണ്. ഞാൻ തന്നെ വേണം കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എടുക്കുന്നത് അനാറാണ്. അനാറും അതുപോലെ തന്നെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ ഫുള്ള് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വാങ്ങിക്കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഡ്രിങ്ക്സ് ആയിട്ട് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. വാട്ടർമെലണും സപ്പോർട്ടയും അനാറും കൂടി ഇട്ടിട്ടാണ് ഈ ഒരു ജ്യൂസ് അടിച്ചെടുത്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ടാങ്കും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ടാങ്കൊക്കെ ഉണ്ടാക്കി നോമ്പൊക്കെ തുറന്നു. അങ്ങനെ അൽഹംദുലില്ലാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഖുർആനൊക്കെ ഓതാൻ വേണ്ടിയിട്ട് ഇരിപ്പാണ്. അപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഖുർആനൊക്കെ ഓതി എന്നിട്ട് ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരുന്നിട്ടാട്ടോ ഉള്ളത്. ചായൻ്റെ കൂടെ നേരത്തെ ഉണ്ടായ ഫ്രൂട്ട്സ് ആട്ടോ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് വേറെ ആരും കഴിക്കില്ല, അപ്പോൾ ഞാൻ തന്നെ കഴിച്ചു. പിന്നെ കുറച്ച് ടൈം ഒന്ന് ഗെയിമൊക്കെ കളിച്ചിരിക്കാൻ വിചാരിച്ചു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബിങ്കോൻ്റെ ലേസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. 2-3 ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു രാത്രി അസൈൻമെൻ്റ് എഴുത്തായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഗെയിമൊക്കെ കളിച്ചിരുന്ന് എന്നിട്ട് പത്തലാട്ടോ നമുക്ക് നൈറ്റ് ഡിന്നറിന് ഉണ്ടായത്. പത്തലും ബീഫ് കറി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. എന്നിട്ട് ഒരു ഡയറി മിൽക്ക് ഉണ്ടായിരുന്നേ, അതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇത് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിൻ്റെ ഡയറി മിൽക്ക് ആട്ടോ. വിചാരിച്ച പോലെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഞാൻ അതൊക്കെ കഴിച്ചു. കുറച്ച് സമയം ഒന്ന് ഫോണൊക്കെ നോക്കിയിരുന്നു. എന്നിട്ടിപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.